കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലാവർക്കും ഓർമ്മയില്ലേ, നമ്മുടെ ലിനിനെ ലെഗിന് ഇഞ്ചുറി ആയിട്ട് എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതേസമയം അവൾ റേസിന് പങ്കെടുക്കാൻ വേണ്ടി വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് നമ്മുടെ ഡോക്ടർ അവളോട് ദേഷ്യം പിടിച്ച് അവിടുന്ന് പോകുന്നുണ്ട്. സോറി കേട്ടോ, കുറേ പേര് വെയിറ്റ് ചെയ്തു എന്ന് കേട്ടു. അപ്പം ചെറിയൊരു തിരക്കിലായിരുന്നു. അപ്പം നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് നമ്മുടെ ശൗശി ഇങ്ങനെ ചെന്നിനെ വിളിക്കുന്നതാണ്. ഇതേ സമയം ചെന്നി ഇങ്ങനെ എന്ന് മാത്രമേ പറയൂ. ചെന്നിനോട് നമ്മുടെ ശൗശി പറയാണ്, എടാ അന്ന് ലിന്നുണ്ടല്ലോ വീണിട്ട് അവളുടെ കാലിന് ഫ്രാക്ചറായി ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയിരുന്നു. ഡോക്ടർ ഭയങ്കര നൈസായിരുന്നു. എന്തായാലും ഓളോട് റേസിന് പങ്കെടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കാണെ ഭയങ്കര സങ്കടമായി, കാര്യമായിട്ടൊന്നും പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടും ചെന്നാണെങ്കിൽ മൂളിന്ന് മാത്രമേ ഉണ്ടാവും. ഇതേ സമയം ചെന്ന ഫോൺ എടുത്ത് ബെഡിലേക്ക് വെക്കും. എന്നിട്ട് നമ്മുടെ ശൗശി ചെന്നീൻ്റെ അടുത്ത് പറയും, ഏട്ടാ അന്ന് വലിയൊരു കോമഡി സംഭവിച്ചു. നിനക്കറിയോ, ലിന്നെ വീണ സമയത്ത് ലൂ പോയി അവളെ പൊക്കാൻ നോക്കി അവനോട്ട് എടുക്കാൻ പോയിട്ട് അവന് കൈ പോലെ അനക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അവൾ ഒറ്റക്ക് കിടന്ന് ചിരിക്കുന്നുണ്ടാവും. ഇതേ സമയം ഇതിനൊക്കെ ചെന്ന ഇങ്ങനെ മൂളുന്നുണ്ടാവും. ഇതേ സമയം അവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, ചെന്ന നീ എന്താ ഒന്നും പറയാത്തതെന്ന്. എന്നിട്ട് അടുത്ത സീനിൽ കാണുന്നത് നമ്മുടെ ശൗശി ഇങ്ങനെ ഹാർഡിലിൻ്റെ ഹൈറ്റ് നോക്കുമായിരിക്കും. അതേസമയം അങ്ങോട്ട് ഓടി ലൂ വരുന്നുണ്ടാവും. ഇതേ സമയം ഇവളിങ്ങനെ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ, നിന്റെ ബോസ് ഇപ്പൊ കളിക്കുന്നില്ലല്ലോ. ഇതേ സമയം അവൻ പറയുന്നുണ്ട്, ഇടി ഞാൻ നിന്നോട് ലിന്നിനെ പറ്റി പറയാനാണ് പറഞ്ഞത്, അവളുടെ അച്ഛൻ ഇങ്ങനെ വരുന്നുണ്ടെന്ന്. അപ്പൊ അവൾ പറയും, ഇല്ലല്ലോ, അവളുടെ അച്ഛൻ എബ്രോഡിലല്ലേ. ഇതേ സമയം അവൻ പറയും, എടി നിനക്കറിയോ, അവളിങ്ങനെ സ്പോർട്സിൽ നിൽക്കുന്ന തന്നെ അവളുടെ അച്ഛന് ഒരു വാച്ച് വാങ്ങി കൊടുക്കാനാണ്. അപ്പൊ നമ്മുടെ ശൗശി ഇങ്ങനെ അവനിങ്ങനെ കളിയാക്കി ചോദിക്കും, നീ ഇപ്പൊ പാരൻസിനെ വെച്ചിട്ടാണോ കളിക്കുന്നതെന്ന് വെച്ച് അവിടെ നിറ്റ പോക്കങ്ങ് പോകും. അവൻ പറഞ്ഞതൊന്നും സീരിയസ് ആക്കിയില്ല. പിന്നെ കാണുന്നത് നമ്മുടെ ലിന്നാണ്. ലിന്നാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് മെല്ലെ ഇങ്ങനെ പമ്മി പോകുന്നുണ്ട്. എന്നിട്ട് ഡോക്ടറിനെ കാണുമ്പോൾ ഭയങ്കര പാവത്തിനെ പോലെ അവൾ പറയും, സോറി ഇന്നലത്തെ എൻ്റെ സ്വഭാവം ഭയങ്കര ബാഡായിരുന്നു. എന്നിട്ട് അവൾ പറയും, ഇപ്പം നോക്കി എൻ്റെ ലെഗിന് നല്ല മാറ്റമുണ്ട്, ഒരു പ്രശ്നമല്ല, ഞാൻ എന്തായാലും സ്പോർട്സിൽ പങ്കെടുക്കും ഇപ്പം നോക്കിയെന്ന് പറയും. ഇതേ സമയം ഡോക്ടർ അവളുടെ കാല് നോക്കിയിട്ട് പറയും, ഒട്ടും ബെറ്റർ ആയിട്ടില്ല, നിനക്ക് എന്തായാലും ഓടാൻ പറ്റില്ല എന്ന്. ഇത് കേൾക്കും പിന്നെ അവളെ സ്വഭാവം മാറും. അവൾ പറയും, ഞാൻ എന്തായാലും പോകും, എൻ്റെ കാലല്ലേ, എനിക്ക് മനസ്സിലാവില്ലേ എന്നൊക്കെ അവളിങ്ങനെ പറയും. ഇതേ സമയം ഡോക്ടർ അവളോട് പറയും, മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട്. ഇത് കേട്ട് അവൾ വളരെ വിഷമിച്ചിട്ട് അവിടുന്ന് താങ്ക് യു പറഞ്ഞിട്ട് ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് റെസ്റ്റ് റൂമിലേക്ക് പോകും. ഇതേ സമയം അങ്ങോട്ട് നമ്മുടെ ശൗശി വരുന്നുണ്ടാവും. ലില്ലി ഇങ്ങനെ ശൗശിനെ കാണുമ്പോൾ പറയും, എനിക്കിപ്പോൾ ഒറ്റ കാലല്ലേ ഉള്ളൂ, നീ എന്തായാലും ചെന്നിന് വേണ്ടി കളിച്ചിട്ട് അവനെ വാച്ച് വാങ്ങിക്കൊടുത്തോ എന്ന് പറയും. അതേസമയം ശൗശി ഇങ്ങനെ അവളെ തമാശയ്ക്ക് പറയുന്നുണ്ട്, നീ തോൽക്കുന്ന പേടിച്ചിട്ടല്ലേ നീ മാറി നിൽക്കുന്നത്. പിന്നെ കാണുന്നത് ലൂനാട്ടോ. ലൂ ആണെങ്കിൽ ഈ കണ്ട പെമ്പിള്ളാരുടെ അടുത്തൊക്കെ പോയി പറയാണ്, ഞാൻ നിനക്ക് ലവ് ലെറ്റർ തന്നിട്ടുണ്ട്, എന്നെ നിനക്ക് അറിയില്ല എന്ന് ചോദിക്കും. എല്ലാ പെമ്പിള്ളാരും ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി ഹാർഡിൽ റേസ് കളിക്കുമെന്ന്. പിന്നെ കാണുന്ന ലൂ ആണെങ്കിൽ ഇങ്ങനെ ചാരി ഇങ്ങനെ സ്റ്റെപ്പുമേൽ നിൽക്കുന്നതാണ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ആരും എക്സെപ്റ്റ് ചെയ്തില്ലാന്ന്. ഈ സമയത്ത് ചെന്നി ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുന്നുണ്ടാവും. നമ്മുടെ ലൂ ആണെങ്കിൽ അയ്യോ എടാ നോക്കി നടക്കടാ, ഭയങ്കര വഴുക്കലാന്നൊക്കെ പറഞ്ഞാൽ അവനെങ്ങനെ കെയർ ചെയ്യുന്നുണ്ടാവും. ഇതേ സമയം ചെന്നി ചോദിക്കും, നിനക്ക് എന്താടാ വേണ്ടതെന്ന്. ഇതേ സമയം അവൻ ഞാൻ പറയും, എടാ എനിക്ക് നീ ഒരു ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും ഇല്ലാന്ന് പറയും. ഇതേ സമയം അവൻ ചോദിക്കും, നീയൊക്കെ ഒരു ഫ്രണ്ട് ആണോടാ. അതേ സമയം ചെന്നി പറയും, നീ എന്താന്ന് വെച്ചാൽ പറയാന്ന് പറയും. ഇതേ സമയം അവൻ ഞാൻ പറയും, എടാ നീ ഒന്ന് ശൗശിയുടെ അടുത്ത് പറയോടാ, ലിന്നിന് വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അച്ഛൻ വരുന്നുണ്ട്, അവക്ക് വാച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാന്ന് പറയും. ഈ സമയത്ത് ചെന്നി പറയുന്നുണ്ട്, എടാ അവൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ റേസിലൊക്കെ പങ്കെടുക്കും, ഞാൻ എങ്ങനെ ഇതൊക്കെ അവളുടെ അടുത്ത് പോയി പറയാം. ഇതേ സമയം ലൂ പറയുന്നുണ്ട്, എടാ നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കണ്ടേന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ചെന്നിന് കഴിയില്ല എന്ന് പറയുമ്പോൾ ലൂ പറയുന്ന പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം എന്നാണ് അവിടുന്ന് പോകും. ഇതേ സമയം ഇതൊക്കെ നമ്മുടെ ശൗശി മോന്ന് കേൾക്കുന്നുണ്ടാവും. എന്നിട്ട് ശൗശി ഇങ്ങനെ താഴെ വരുന്ന സമയത്ത് ചെന്നിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എടാ ഞാനിങ്ങനെ ലൂനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കും. ഇതേ സമയം ചെന്നി ഇങ്ങനെ പറയും, നീ ഇതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, നിന്റെ തലയിൽ ഇതൊന്നും കയറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അവനൊരു പോക്കങ്ങ് പോകും. എന്നിട്ട് കാണുന്ന ഇവർ 4 പേരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നതായിരിക്കും. ഇതേ സമയം അങ്ങോട്ട് ചെന്നി വരും. അതേസമയം ശൗശി ഇങ്ങനെ കൈ പൊക്കി കാണിക്കും. ഈ സമയത്ത് ലൂ അവളുടെ കൈയെടുത്ത് താത്തിയിട്ട് പറയും, അവനോടൊന്നും മിണ്ടാൻ നിൽക്കണ്ടെന്ന് പറയും. ഇതേ സമയം എല്ലാവരും ചോദിക്കും, നിനക്കെന്താണ് അവനോട് ദേഷ്യം നിൽക്കും. ഇതേ സമയം അവൻ പറയും, ശൗശി പറഞ്ഞു അവൻ എന്നെക്കാട്ടും ക്യൂട്ടാണെന്ന് പറയും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിരിക്കും. പിന്നെ കാണുന്ന ക്ലാസ് കഴിഞ്ഞ് പോകുന്ന കേട്ടോ. ഇതേ സമയം ശൗശാണെങ്കിൽ ചെന്നൈൻ്റെ സൈക്കിളിൽ കയറി ഇരിക്കുകയാണ്. എന്നിട്ട് ചെന്നൈ വന്നിട്ട് ചോദിക്കും, എടി നിനക്ക് പ്രാക്ടീസ് ഇല്ലേന്ന്. ഇതേ സമയം അവൾ പറയും, ഞാനൊരു നല്ല കോച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, നീ എന്നെ പഠിപ്പിച്ചു തരുമോ. ഇതേ സമയം അവൻ പറയും, ഇല്ലല്ലേ എന്നെ കൊണ്ട് കഴിയൂലെന്ന് പറയും. ആ സമയത്ത് അവൾ ഇങ്ങനെ പ്ലീസ് എന്നെ ഒന്ന് പഠിപ്പിക്കുമെന്ന് ചോദിക്കും. ആ സമയത്ത് അവൻ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കെന്താ റേസിനോട് ഇത്രയും ഇതെന്ന് ചോദിക്കും. അതേസമയം അവൾ പറയും, അതൊരു സീക്രട്ട് ആണെന്ന് പറയും. ഇതേ സമയം അങ്ങോട്ട് ലിന്നെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ലിന്നെ ചോദിക്കും, എന്താ പ്രശ്നം എന്ന്. അപ്പോൾ പറയും, എടി എന്നെ ചെന്നെ പഠിപ്പിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ അവൾ ചോദിക്കും, എന്നാ പിന്നെ ഞാൻ നിന്നെ പഠിപ്പിച്ചാലോ എന്ന് നിൽക്കും. ഇതേ സമയം ശൗചിൻ്റെ മനസ്സിലിങ്ങനെ ലഡു പൊട്ടുന്നുണ്ടാവും. അതേസമയം അവളിങ്ങനെ സൈക്കിൾ മേൽ എണീറ്റിരിക്കുന്ന സമയത്ത് അവൾ പറയും, എടി നീ എൻ്റെ സൈക്കിൾ മേലായിരുന്നു, അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയും.
ചെന്നും പോവും, ഇതേ സമയം ലിന്നും പോവും. അപ്പം നമ്മുടെ ശൗശി ഇങ്ങനെ ചമ്മി നിൽക്കുട്ടോ. ഇതേ സമയം ചെന്നു പോയ ബാക്കിൽ ലിന്ന് സൈക്കിൾ ഓടിച്ചിട്ട് പോയിട്ട് പറയും ചെന്നിനോട്, നിനക്കൊന്നും അവളെ പഠിപ്പിച്ചൂടെ എന്ന് ചോദിക്കും. ഇതേ സമയം ചെന്നി ഇങ്ങനെ നമ്മളെ നോക്കും. അപ്പോൾ അവൾ പറയും, അവൾ നിന്റെ ബർത്ത്ഡേക്ക് നിനക്ക് വാച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചെന്നിന് ചെറിയൊരു സങ്കടം വരും. എന്നിട്ട് അവൻ അവിടുന്ന് പോകും. എന്നിട്ട് കാണുന്നത് നമ്മുടെ ശൗചി ഇങ്ങനെ ഗ്രൗണ്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യായിരിക്കും. അതേസമയം അവിടെ ലിന്നും ലൂവും വൂ ഉണ്ടാവും. ലിന്നിൻ്റെ വൂവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവളൊന്ന് പഠിപ്പിച്ചു കൊടുക്കുമെന്ന് അറിയും. അപ്പോൾ വൂ പറയും ഞാൻ അവളെ നേരത്തെ പഠിപ്പിച്ചാന്നറിയും. ഇതേ സമയം ലൂ പറയും അവളെ ഒന്നും പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, അവൾ എന്തായാലും ജയിക്കാൻ പോകുന്നില്ല. ഇത് കേട്ടാൽ നമ്മുടെ വൂ വെറുതെ നിൽക്കും. അവനെ അടിക്കാൻ പോകുന്ന സമയത്ത് ലിന്ന് ലൂവിൻ്റെ അടുത്ത് പറയും അയാൾ അവളെ എൻകറേജ് ചെയ്യുന്നത്. ഇതേ സമയം അവൻ ഇങ്ങനെ എൻകറേജ് ചെയ്യുമ്പോൾ നമ്മുടെ ശൗചിയുടെ മുമ്പിൽ 2 കാല് വന്ന് നിൽക്കും. ഇതേ സമയം ശൗചി മുന്നിൽ നിന്ന് മാറി നിൽക്കുന്നറിയും. എന്നിട്ട് അവളിങ്ങനെ മേലോട്ട് നോക്കുന്ന സമയത്ത് ചെന്നിനെ കണ്ട പിന്നെ പറയണ്ടല്ലോ, അവളുടെ മുഖത്ത് ഇങ്ങനെ ബ്ലഷ് ചെയ്തിട്ട് അവളുടെ മുഖത്ത് ഇങ്ങനെ ബൾബ് എത്തുന്നുണ്ടാവും. ഇതേ സമയത്ത് പിന്നെ കാണുന്നത് നമ്മുടെ ചെന്നും ശൗശിയും കൂടി കിടന്ന് ഓടുന്നതാണ്. ഗ്രൗണ്ടിൽ നിന്ന് ഓടുന്നുണ്ട്. ഇതേ സമയം വീട്ടിലേക്കും ചെന്ന് സൈക്കിളും ശൗശി ഓടിയായിരിക്കും. പിന്നെ കാണുന്ന അടുത്ത ദിവസം ഇവരെല്ലാവരും കൂടി ഫുഡ് കഴിക്കാതിരിക്കുന്നതാണ്. ഇതേ സമയം തന്നെ ലൂവിൻ്റെ പ്ലേറ്റിൽ ഒരു മീൻ പോലത്തെ ഒരു സാധനം ഉണ്ടാവും. ഇതേ സമയം നമ്മുടെ ശൗശിയുടെ കണ്ണ് മൊത്തം ആ പ്ലേറ്റിലേക്കായിരിക്കും. അപ്പോൾ ലൂ ആണെങ്കിൽ അതിങ്ങനെ പൊത്തി പിടിക്കുന്നുണ്ടാവും. അവൾ എന്നിട്ട് ലിന്നിനോട് കണ്ണോട് ഇങ്ങനെ കാണിച്ചെടുക്കും. ഇതേ സമയം ലിന്നാണെങ്കിൽ ആ മീനെടുത്ത് നമ്മുടെ ശൗശിയുടെ വായിലേക്ക് വെച്ചെടുക്കും. പിന്നെ കാണുന്നത് നമ്മുടെ ശൗശിനെ ഇങ്ങനെ ചെന്ന് പഠിപ്പിക്കുന്നതാണ്. ഇവളിങ്ങനെ ഓടി വരുന്നതാണ്. ചെന്ന് ഇങ്ങനെ വിചാരിക്കും അയ്യോ ദൈവമേ ഇവളെ ഞാനിപ്പോൾ എങ്ങനെ പഠിപ്പിക്കാൻ പോകുന്നത്. എന്നിട്ട് ഇവളെടുത്തു ഇതിൻ്റെ കാല് ഭയങ്കര ചെറുതാട്ടോ, അതുകൊണ്ട് തന്നെ നീ സ്പീഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരുന്ന പറയും. ഇതേ സമയം ശൗശി പറയും നീ ഇപ്പോൾ വലിയ കോച്ചാന്ന് വിചാരിച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും. ഇതേ സമയം അവൻ ചോദിക്കും അതിനിപ്പോൾ എന്താണെന്ന് നോക്കി. ഇതേ സമയം അവളോട് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അടുത്ത ദിവസം കാണുന്ന ഇവിടെ സ്പോർട്സ് മീറ്റിംഗ് ആട്ടോ. ഈ സമയം നമ്മുടെ ശൗശിയുടെ ഫേസ് വല്ലാണ്ട് പേടിയാണ്. അവളാണെങ്കിൽ പേടിച്ച് നിൽക്കായിരിക്കും. എല്ലാവരും അവളെങ്ങനെ ചെയർ ചെയ്യുന്നുണ്ടാവും. ഈ സമയം ലൂ ഇങ്ങനെ പറയും 8ാം ക്ലാസ് KG എന്ന് പറയുന്ന മാതിരി ഇങ്ങനെ അവിടുന്ന് വിളിച്ചു പോയി പറയുന്നുണ്ട്. ഇവർ 8ാം ക്ലാസ്സിലാട്ടോ, കണ്ട അവർ വല്ല +2 ആണെന്നേ പറയുള്ളൂ. അങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലിന്ന അവളുടെ അടുത്ത് പറയുന്നുണ്ട് ബ്രീത്ത് ചെയ്യും, നീ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം അവിടെ ഇങ്ങനെ അനൗൺസ്മെന്റിൽ വേറെ എന്തോ കാര്യമായിരിക്കും പറയാം. അപ്പോൾ ലൂ ലിന്നിൻ്റെ അടുത്ത് പറയും ഇവരെന്താ നമ്മുടെ പേരൊന്നും വിളിക്കാത്തതെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി അനൗൺസ്മെന്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകും. ഈ സമയം തന്നെ ലിന്നും ലൂവും കൂടി അവിടെ പോയിട്ട് അനൗൺസ്മെന്റ് ചെയ്യുന്ന സ്ഥലത്ത് പോയി പറയും നിനക്ക് ഞങ്ങൾ പേപ്പറിൽ എഴുതി തന്നിട്ടുണ്ടല്ലോ, നീ എന്താ വായിക്കാത്തതെന്ന് വെച്ചിട്ട് അവളെ പിടിച്ച് പുറത്താക്കിയിട്ട് ലിന്ന് അവിടെ കയറി ഇരുന്നിട്ട് നമ്മുടെ ശൗശിക്ക് വേണ്ടി ചെയർ ചെയ്യുന്നുണ്ടാവും. 100 മീറ്റർ റേസ് ഉണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്തോളി എന്നൊക്കെ പറയുന്നുണ്ടാവും. ഇതേ സമയം അങ്ങോട്ട് ചെക്കന്മാർ വന്നിട്ട് പറയും നിങ്ങൾ ആരാ ഇവിടെ കയറ്റിയിരുത്തിയെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടി പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇടാം. ഇതേ സമയത്ത് ലിനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശൗശിക്ക് നല്ല എനർജി കിട്ടും. എന്നിട്ട് ചെന്ന അവളുടെ അടുത്ത് വന്നിട്ട് പറയും നീ നെർവസ് ആവണ്ടെന്ന് പറയും. ഇതും കൂടി കേൾക്കുമ്പോൾ ശൗശി ഇങ്ങനെ ചിരിച്ചിട്ട് അവളെ തന്നെ മനസ്സ് പറയും ഇല്ല ഞാൻ നെർവസ് ആവില്ല എന്ന് പറയും. അങ്ങനെ ഇവരെ മത്സരം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇതേ സമയം എല്ലാവരും ഓൺ യുവർ മാർക്സ് ഗെറ്റ് സെറ്റ് റെഡി എന്ന് പറയുമ്പോൾ എല്ലാവരും കിടന്ന് ഓടും. ഇതേ സമയം നമ്മുടെ ശൗശിയുടെ കൂടെ തന്നെ ഒരു ടെഡിക്കുട്ടനെ ഓടുന്നുണ്ടാവും കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അതാരാണെന്നുള്ള കാര്യം. ഇതേ സമയം ഇങ്ങനെ ഓടി എന്നിട്ട് എല്ലാവരും ഓടുന്നുണ്ടാവും കേട്ടോ. ഇതേ സമയം ലാസ്റ്റ് നമ്മൾ എല്ലാവരും കരുതിയ പോലെ നമ്മുടെ ശൗശിക്കാണ് ഫസ്റ്റ് കിട്ടുക. എന്നിട്ട് അവളവിടെ ഒറ്റ വീയലങ്ങ് വീയും. ഇതേ സമയം ലിന്നാണെങ്കിലോ ലൂവിൻ്റെ കൈയെടുത്ത് പൊക്കിയിട്ട് അവിടുന്ന് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ടാവും. ഇതെല്ലാം കണ്ട് ലൂ ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കും. ഇതേ സമയം ചെന്നിനും ഭയങ്കര സന്തോഷമാവും. എന്നിട്ട് ഈ ടിഡിക്കുട്ടൻ വന്നിട്ട് നമ്മുടെ ശൗശിയുടെ തലയിൽ തൊടുന്ന സമയത്ത് അവൾ അവൻ്റെ ഗ്ലൗസ് എടുത്തിട്ട് കഴിച്ചിട്ട് അവളിങ്ങനെ വേർപ്പ് തൊടിക്കുന്നുണ്ടാവും. എന്നിട്ട് അവളിങ്ങനെ താങ്ക് യു എന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് ഈ ടെഡി ഇങ്ങനെ ബാക്കിലെ ബാത്റൂമിലേക്ക് പോയിട്ട് വേറെ എടുത്ത് ഇത് അയച്ചു കൊടുക്കുന്നുണ്ടാവും. ഇതേ സമയം നമുക്കത് കാണാം ഇത് പോവാന്നുള്ള കാര്യം. എന്നിട്ട് നമ്മുടെ ശൗചിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയോണ്ട് തന്നെ വാച്ച് കിട്ടുന്നുണ്ടാവും കേട്ടോ. ഇതേ സമയം ശൗചിയാണെങ്കിൽ അവളുടെ വാച്ച് എടുത്തിട്ട് ലിന്നിന് കൊടുക്കും. അപ്പോൾ പൂ ചോദിക്കുന്നുണ്ട് നീ ഭയങ്കര കഷ്ടപ്പെട്ട് കിട്ടിയതല്ലേ എന്തിനാ കൊടുക്കുന്നത്. ഇതേ സമയം ശൗചി പറയും എടി നിന്റെ അച്ഛൻ വരുന്നില്ലേ നീ നിന്റെ അച്ഛന് കൊടുക്കാന്ന് പറഞ്ഞാലേ. എന്നിട്ട് ലിന്നി ഇങ്ങനെ പറയുന്നുണ്ട് വേണ്ടടി. ഈ സമയത്ത് ലൂ പറയും എന്നാ പിന്നെ ഞാൻ എടുത്തോളാന്നാണ്. അവനിങ്ങനെ പെട്ടി തുറക്കും. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുന്ന സമയത്താണ് അത് ഗേൾസ് കിട്ടുന്ന പിങ്ക് കളറുന്ന വാച്ചായിരിക്കും. എല്ലാവരും ചമ്മിയ ഫേസ് ഒന്ന് കാണണമായിരുന്നു. ഇതേ സമയം ലിന്ന വാച്ചിലെ സമയം കണ്ടിട്ട് പറയും 4:30 ആയോ, 5 മണിക്ക് എൻ്റെ അച്ഛനെ കാണാൻ പോകേണ്ടിയാന്ന് പറഞ്ഞ് ഇങ്ങനെ ധൃതി കൂട്ടും. അവളിങ്ങനെ പറയും അയ്യോ എൻ്റെ അച്ഛൻ ഇങ്ങനെ 5 മണിക്കാനും വരെ എന്ത് ചെയ്യും, സ്പോർട്സ് മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് മീറ്റിംഗ് കഴിഞ്ഞിട്ടല്ലേ പ്രിൻസിപ്പൾ പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയും. ഇതേ സമയം നമ്മുടെ ചെന്നി പറയും ബാക്കിൽ മതിൽ ചാടിയാൽ മതി. എല്ലാവരും ഇങ്ങനെ ചെയ്തിട്ട് അവൻ എഴുന്നോട്ട് നോക്കും. ഇവർ 5 പേരും കൂടി ബാക്കിൽ മതിൽ ചാടാൻ വേണ്ടി പോകുന്ന സമയത്ത് ആരോ ബാക്കിൽ നിന്ന് വിളിക്കുന്നുണ്ടാവും. ഇതേ സമയം ശൗശി പറയും ലോനി ലിന്നിൻ്റെ അടുത്ത് പറയും നിങ്ങൾ രണ്ടാളും കൂടി പോയിക്കോ, ഞങ്ങൾ അവരെ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് വരാമെന്ന് പറയും. ഇതേ സമയം ഇവർ രണ്ടുപേരും കൂടി പോകുന്ന സമയത്താണ് നമ്മുടെ സാർ ഇവരെ പിടിക്കില്ലേ. ഇതേ സമയം ലിന്നും ലൂവും ഒറ്റ ഓട്ട.
എന്നിട്ട് ലൂ ലിന്നിൻ്റെ അടുത്ത് പറയും നീ പോയിക്കോ ഞാൻ സാറിനെ നോക്കാന്ന് പറഞ്ഞ് സാറിനെ പോയി കെട്ടിപ്പിടിക്കും. ഇതേ സമയം ഒരു കുരുട്ട് പോലത്തെ ഒരു നായും കൂടി ഇവരുടെ ബാക്കിൽ ഓടുന്നുണ്ടാവും കേട്ടോ. ഇതേ സമയം സാറിന് അവൻ കെട്ടിപ്പിടിച്ചിട്ട് പറയും സാറേ എനിക്ക് പേടിയാണ് സാറേ ഇതാ ഡോഗ് സാറേ അയാളെ കെട്ടിപ്പിടിച്ചിരിക്കുമല്ലോ നമ്മുടെ ലൂ. എന്നിട്ട് ലിന്നാണെങ്കിൽ അവിടെ നിന്ന് മതിലെടുത്ത് ചാടുന്നുണ്ടാവും. ലിന്നാണെങ്കിൽ ഓടി ചാടിയിട്ട് ഇങ്ങനെ മതിൽ ചാടുന്നുണ്ടാവും. ഇതേ സമയം അവളുടെ പാൻറ് കയറുന്നുണ്ടാവും. ഇതേ വഴി അതാ ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ അയാളുടെ കയ്യിലുള്ള ഒരു പാൻറ് എടുത്തിട്ട് ലിന്നിൻ്റെ കൈ കൊടുത്തിട്ട് പറയും നീ എന്താ ഇവിടെ നോക്കും. അവൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയും ഡോക്ടറെ എന്നെ കണ്ടത് ആരോടും പറയില്ലേന്ന് പറയും. ഇതേ സമയം ഡോക്ടർ പറയും നീ എന്നെ കണ്ടത് ആരോടും പറയണ്ടെന്ന് പറയും. എന്തോ ഒരു കളത്തിന് മണക്കുന്നുണ്ട്. വഴിയിൽ വെച്ച് കാണാം. എന്നിട്ട് കാണുകയാണെങ്കിലോ നമ്മുടെ പാവലു സ്റ്റാഫ് റൂമൊക്കെ എടുത്തിട്ട് അപ്പോളജൈസിന്റെ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇതേ സമയം അവനിങ്ങനെ ശപിച്ചോണ്ടായിരിക്കും എഴുതുന്നത്. അടുത്ത സീനിൽ കാണുന്ന ഇവർ 5 പേരും കൂടി നടന്നു പോകുന്ന. ഇതേ സമയം ശൗശ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നത് ഈ അച്ഛനെ കണ്ടിട്ട് അച്ഛൻ എന്ത് പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചോ. ഇതേ സമയം അവൾ പറയും ഫുഡൊന്നും കഴിക്കാൻ സമയം കിട്ടിയില്ല, അച്ഛൻ നല്ല തിരക്കായിരുന്നു, എന്തായാലും അച്ഛൻ അടുത്ത പ്രാവശ്യം നിങ്ങളെല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയെന്ന് പറയും. ഈ സമയത്ത് ശൗശി പറയും നിന്റെ അച്ഛൻ സൂപ്പറാണെന്ന് പറയും. ഇതേ സമയം ഇവള് പറയും എടി എനിക്ക് കുറച്ച് പരിപാടി കണ്ട് എന്തായാലും എല്ലാവരുടെ അടുത്തും താങ്ക്സ് പറഞ്ഞിട്ട് പറയും ഞാൻ എന്തായാലും പോവാണ്, എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലിൻ അവിടുന്ന് പോകും. എന്നിട്ട് ലിൻ ഒരു സൈഡിലേക്കും ബാക്കി 4 പേരും മറ്റേ സൈഡിലേക്കും ആട്ടോ പോവുക. ഇതേ സമയം ലിന്നിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. അവളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ലു അയച്ചതായിരിക്കും. നീ വിഷമിക്കേണ്ട കേട്ടോ, നിന്റെ അച്ഛൻ എന്തായാലും നമുക്കൊരു വാച്ച് വാങ്ങിക്കൊടുക്കാൻ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്ന് പറയും. എന്നിട്ട് അവളിത് വായിച്ചിട്ട് അവനിങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവനിങ്ങനെ ഒറ്റക്കാലിങ്ങനെ തുള്ളി പോവായിരിക്കും. ഒറ്റ ചെരുപ്പ് അവൻ തന്നെ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. അവളിങ്ങനെ ചിരിച്ചിട്ട് സ്നേഹത്തോടെ അവനിങ്ങനെ നോക്കും. പിന്നെ കാണിക്കുന്ന ശൗശിയും ചെന്നും കൂടി ബസ്സിൽ പോകുന്ന. ഇതേ സമയം ശൗശി ചെന്നിൻ്റെ അടുത്ത് ചോദിക്കും നീ എന്താ ഇന്ന് സൈക്കിൾ എടുക്കാഞ്ഞെന്ന്. അപ്പോൾ അവൻ പറയും എൻ്റെ ഷോൾഡറിന് നല്ല പെയിൻ ഉണ്ടെന്ന്. ഇതേ സമയം അവൾ പറയും എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടേക്ക് ഇങ്ങനെ നോക്കും. ഇതേ സമയം അവനിങ്ങനെ ഒരുമാതിരി ഫീൽ ചെയ്തിട്ട് അവനിങ്ങനെ അവളെ തല എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി നിർത്തും. എന്നിട്ട് അവൾ പറയും എൻ്റെ കയ്യിൽ കുറച്ച് പ്ലാസ്റ്റർ ഉണ്ട്, അത് ഞാൻ നിനക്ക് കൊണ്ട് തരണമെന്ന് ചോദിക്കും. അതേസമയം അവൻ വേണ്ടാന്ന് പറയും. ഇങ്ങനെ അവൻ്റെ ഷോൾഡറിൽ നിന്ന് ഒരു മുടി കിട്ടും. അവനിങ്ങനെ അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇതോടെ നമ്മുടെ 4ാമത്തെ എപ്പിസോഡ് കഴിയാണ്. ഇതുവരെ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ.